മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണൻ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ച കുറിച്ചിത്താനം കെ.ആർ. നാരായണൻ ഗവൺമെന്റ് എൽ.പി. സ്കൂളിന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം ശോച്യാവസ്ഥയിൽ. മേൽക്കൂരയുടെ പട്ടികയും കഴുക്കോലും തകർന്ന് ഏത് നിമിഷവും വീഴാവുന്ന സ്ഥിതിയിലാണ്. ഫിറ്റ്നസ് ലഭിക്കാത്തതുമൂലം കെട്ടിടത്തിൽ ഇപ്പോൾ ക്ലാസുകൾ നടക്കുന്നില്ല. പ്രധാന കെട്ടിടത്തിന് സമീപത്ത് തന്നെയാണ് ഓഫീസും ക്ലാസ് മുറികളും ഉള്ളത്. മഴക്കാലത്ത് കെട്ടിടം തകർന്നു വീഴുമോ എന്ന ആശങ്കയാണ് PTA-യും പൂർവ്വ വിദ്യാർത്ഥികളും പ്രകടിപ്പിക്കുന്നത്. ഡോക്ടർ കെ.ആർ. നാരായണന്റെ സ്മാരകമായ കെട്ടിടം പൈതൃക സ്മാരകമായി നിലനിർത്തണമെന്ന ആവശ്യം ഉയരുമ്പോൾ തന്നെ കെട്ടിടം തകർന്നു വീഴാതെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് സ്കൂൾ അധികൃതർ. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നിന്നും 3 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും തുക അപര്യാപ്തമായതിനാൽ ഉപയോഗിക്കപ്പെടാതെ പോകുകയായിരുന്നു. ഈ വർഷം 10 ലക്ഷം രൂപ നീക്കിവെക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിക്കുമെന്നും സ്കൂൾ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അംഗം മമത ഹരികുമാർ പറഞ്ഞു. ഹെഡ് മിസ്ട്രസ് ശാലിനി ജോസഫും PTA ഭാരവാഹികളായ സാബു സെബാസ്റ്റ്യനും PTA അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂളിന്റെ സംരക്ഷണത്തിന് അടിയന്തരമായി നടപടി വേണമെന്ന അഭിപ്രായമുള്ളവരാണ്. നവീകരണം വൈകാനിടയുള്ള സാഹചര്യത്തിൽ കാലവർഷക്കാലത്ത് കനത്ത മഴയെ അതിജീവിക്കാൻ താൽക്കാലികമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. നമ്മുടെ പ്രഥമ പൗരനായിരുന്ന കെ.ആർ. നാരായണൻ പഠിച്ച കെ.ആർ. നാരായണൻ ഗവൺമെന്റ് എൽ.പി. സ്കൂള് 113 വർഷത്തെ പഴക്കമുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ അദ്ദേഹം ഇരുന്ന് പഠിച്ച ഒരു കെട്ടിടമുണ്ട്. അതിൻ്റെ മേൽക്കൂര ഇപ്പോൾ തകർന്ന് ഇത്തിരി ശോചനീയാവസ്ഥയിലാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഫണ്ട് മുഴുവൻ പണി ചെയ്യാൻ പര്യാപ്തമല്ലാത്തതുകൊണ്ട് കൂടുതൽ ഫണ്ട് അനുവദിച്ച് ഉടനെ തന്നെ അതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റും എന്നാണ് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. i4A ന്യൂസ്, ഏറ്റുമാനൂർ.